ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠി കൊല ചെയ്ത പെൺകുട്ടി സാവരിയ ബസന്ത് നേരിട്ടത് അതിക്രൂരമായ പീഡനം. ശരീരമാസകലം മുറിവുകളും ചതവുകളും, നെഞ്ചത്ത് പലതവണ ആഞ്ഞു ചവിട്ടിയതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. പ്രതി മലപ്പുറം സ്വദേശിയായ സദറുൽ അനം മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്ന് സഹപാഠികൾ പോലീസിൽ മൊഴി നൽകി. പെൺകുട്ടിയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കാലു മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നൊന്നുമല്ലത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. കോളേജിലെ രീതി അനുസരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസം. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സാവരിയ കൊല്ലപ്പെട്ടത്. സാവരിയുടെ ശരീരം മുഴുവൻ മുറിവേറ്റ പാടുകളുണ്ട്. ഹോസ്റ്റലിൽ വെച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സദറുൽ അനം പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇക്കാര്യം സഹപാഠികൾ അവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ കണ്ണിന്റെ മുകളിൽ ഒരു ചെറിയ എന്തോ തട്ടിയത്, അപ്പോ ഈ ചെക്കൻ ഉപദ്രവിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചത് മാത്രമല്ല മരണകാരണം. പ്രതിയുടേത് പെട്ടെന്നുള്ള പ്രകോപനവുമല്ല. ബുഖാറ പോലീസിന്റെ ഇടപെടലുകളിലും സംശയമുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിന്റെ കേസിന്റേതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. കേസ് ബലമുള്ളതാണ്, 10 കൊല്ലമോ 15 കൊല്ലമോ ഒക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് പോരാ. പ്രതി സദറുൽ അനം സാവരിയയെ മതപരിവർത്തനത്തിന് നിരന്തരം നിർബന്ധിച്ചിരുന്നുവെന്നും പെൺകുട്ടി ഇതിനെ വഴങ്ങിയില്ല എന്നും കുടുംബം ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. സദറുൽ അനത്തിനെതിരെ ഹരിപ്പാട് പോലീസും കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു തുടർ നടപടികൾ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹരിപ്പാട്ടെ പെൺകുട്ടിയുടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. റിപ്പോർട്ടർ, ആലപ്പുഴ.